വെൽക്കം ടു സാംസ് വണ്ടർലസ്. നമ്മുടെ ഈ വർഷത്തെ ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വന്നല്ലേ. ഇവിടെയും ചെറുതായിട്ട് ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഓണക്കൊടികളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം സെബാൻ ഒരു ബ്ലൂ കളർ അജ്രക്കിന്റെ കുർത്ത കണ്ടോ. അപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് സാരയ്ക്ക് ഒരു പട്ടോടെ ബ്ലൗസ് തയ്ക്കണം. അപ്പൊ നമുക്ക് എന്താണ് അജ്രക്കിന്റെ തുണി വേണം. അങ്ങനെ നോക്കിയപ്പം എനിക്കൊരു തുണി കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ ഒരു ജുബ്ബ. ആള് 1-2 വട്ടം ഇട്ടതാണ്. അപ്പൊ ആള് കാണാതെ ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പട്ടോടെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ഇത്രയും വലിയ ജുബ്ബ ഞാൻ കീറുകയാണ്. ശരിക്കും ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. നമ്മുടെ യൂട്യൂബൊക്കെ നോക്കി ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കണ്ടാണ് സ്റ്റിച്ച് ചെയ്യണം. അതുകൊണ്ട് ശരിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്ത് ഫംഗ്ഷൻ വന്നാലും സേർ ഉണ്ടായ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഭയങ്കര ഭംഗിയൊന്നും ഇല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തിനും എൻ്റെ വക എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നമുക്ക് ശരിയാകുമെന്ന് നോക്കാവേ. ഇത്രയും നല്ല ജുബ്ബ കീറുന്നതിൽ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി ഇതിന് 2 കൊല്ലത്തെ പഴക്കമുണ്ട്. ആൾ കുറേ ഇട്ടതുമാണ്. പിന്നെ സേരയ്ക്ക് വേണ്ടിയാന്ന് പറയുമ്പം ഒന്നും പറയില്ല എന്ന് വിചാരിക്കുക. സ്റ്റിച്ച് ചെയ്യാൻ റെഡിയാവുന്നുണ്ടെങ്കിലും എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അതിനെ പറ്റിയ ഐറ്റംസും ഇല്ല കേട്ടോ. മെഷർമെൻറ്റ്സും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ നീറ്റായിട്ട് 2 പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് വേണം എനിക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടി. ഇത് തന്നെ കണ്ടില്ലേ, ടേപ്പായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അതുപോലെ മാർക്ക് ചെയ്യാനുള്ളത് സെബാൻ്റെ ക്രയോൺസും. എൻ്റെ കയ്യിൽ മാർക്ക് ചെയ്യാനുള്ള ചോക്കില്ല. എങ്കിൽ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്താലോ. ഇത് 2 പീസ് തുണിയാണ്. ഇതിലൊരു പീസ് മെയിൻ തുണിയായിട്ടും മറ്റേ തുണി ലൈനിങ് ആയിട്ടോ കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിലധികം തുണിയുള്ളത് കൊണ്ട് ഞാൻ വേറെ ലൈനിങ് എടുക്കുന്നില്ല കേട്ടോ. നമുക്കാദ്യം ഇതിൽ നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം കട്ട് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ ക്ലോത്ത് 4ആയിട്ട് മടക്കി ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ലെങ്ത് വേണ്ടത്, അതായത് ഡ്രസ് ടോപ്പിൻ്റെ ലെങ്ത് വേണ്ടത് 8.5 ഇഞ്ചും ആ തുണിയുടെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 13 ഇഞ്ചുമാണ്. ഇപ്പം മടക്കി ഇട്ടേക്കുന്നുണ്ട് 6.5 ഇഞ്ച് വെച്ച് ഞാൻ അടയാളപ്പെടുത്തി. അങ്ങനെ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ഈ തുണി മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഈ കട്ട് ചെയ്തെടുത്ത തുണിയിലാണ് ഞാൻ ഇനി ആം ഹോളിൻ്റെ ലെങ്ത് വിഡ്ത്തൊക്കെ മെഷർ ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഷോൾഡർ വിഡ്ത്തായിട്ട് 4.5 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് ആം ഹോളിലേക്ക് 4.5 ഇഞ്ച്. ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി വെക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാൻ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ താഴെ 5.5 ഇഞ്ചും. ഈ 5.5 ഇഞ്ചും 6 ഇഞ്ചും കൂടെ ഞാൻ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ, കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിലൂടെ നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുക്കാവേ. ഈ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. സേരയ്ക്ക് ഇപ്പോൾ 1 വയസ്സും 3 മാസവും പ്രായമായിട്ടോ. അപ്പോൾ ആൾക്ക് ഇടുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിടക്കാൻ മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ സാധാരണ എന്ത് സ്റ്റിച്ച് ചെയ്താലും സേരയ്ക്ക് അത് 1 പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അത് ടൈറ്റായി പോയി. അതുകൊണ്ട് ഇത്തവണ ഇച്ചിരി അധികം ലൂസിട്ടാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാവേ. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാൻ 2 അടയാളപ്പെടുത്തി. അതുപോലെ ഡെപ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാനിനി അത് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കും കേട്ടോ. ഞാനൊരു വി നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തു. നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെയിനായിട്ട് വയ്ക്കാനും ലൈനിങ് ആയിട്ട് വയ്ക്കാനും ഉദ്ദേശിക്കുന്ന 2 തുണിയിലും കൂടെ ഒന്നിച്ചാട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. വീനെക്കായിട്ട് 2 തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാവേ. ഇതുപോലെ തന്നെ ബാക്ക് വേസ്റ്റ് വരുന്ന തുണിയും നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റിൽ ടോപ്പിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ നെക്കും ഡിസൈനും മാർക്ക് ചെയ്യാം കേട്ടോ. ബാക്കിൽ നമ്മൾ ഷോൾഡർ വിഡ്ത്തായിട്ട് എടുത്തേക്കുന്ന 2.5 ഇഞ്ചാണ്. ഇനി താഴെ നമ്മളൊരു 3 ഇഞ്ച് മുകളിലോട്ട് കയറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് 1 ഇഞ്ച് മാറ്റിയിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ 3 ഇഞ്ച് ലെങ്തിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഡിസൈനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പോർഷനായിട്ട് കട്ട് ചെയ്ത് വരുവേ. നമ്മളിത് ഈ തുണിയും ഇതിൻ്റെ ലൈനിങ് തുണി ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതാട്ടോ എൻ്റെ മെഷീൻ. ഒരു 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണേ. ഭീകരമായിട്ട് തയ്യൽ അറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ ഞാനിതിൽ തയ്ക്കലുണ്ടേ. കുറേ പോർഷൻസൊക്കെ കംപ്ലൈൻ്റ് ആണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഈ തന്നെ കേട്ടോ തയ്ക്കുന്നത്. എങ്കിലും ഞാൻ ആക്റ്റീവായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങിയത് സേറയും കൂടെ വന്നേ പിന്നെ കേട്ടോ. കുഞ്ഞു ഉടുപ്പുകൾ തുന്നാൻ നല്ല രസമല്ലേ. ഈ തയ്യൽ മെഷീൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് പറയാവേ. എൻ്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ തയ്യൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നത്തെ ഫാഷൻ അനുസരിച്ച് മമ്മി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. തയ്യൽ പഠിക്കാൻ പറ്റിയില്ല. വലുതായപ്പോൾ മക്കളെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ വക ഒരു ഓഫർ. ഞാൻ തയ്യൽ മെഷീൻ വാങ്ങിച്ചു തരാം, പക്ഷെ എൻ്റെ സാരി ബ്ലൗസും നൈറ്റിയും ഒക്കെ ഷേപ്പ് ചെയ്യേണ്ട സമയത്തും റീസ്റ്റിച്ച് ചെയ്യേണ്ട സമയത്തൊക്കെ മടി കൂടാതെ ചെയ്തു തന്നോളാം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചാടി ഓക്കെ പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഈ സംഭവത്തെ. കിട്ടിയ ആവേശത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്നതും പറ്റാത്തതും ഒക്കെ ഞാനിതിൽ ട്രൈ ചെയ്തേ. കുറേയൊക്കെ സക്സസ് ആയി, കുറേയൊക്കെ ഫെയിലായി. സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിടുന്നതിൽ കുറച്ചൊക്കെ ഇൻപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്കത് ഭയങ്കര ഓക്കെയാണ്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏതാണ്ട് തീരാറായി കേട്ടോ. ഇതൊരു 10-15 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ചെറിയൊരു ടോപ്പല്ലേ. അപ്പോൾ നമ്മുടെ ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ബാക്കാണ്. നമുക്കിനി ഇത് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു റോപ്പ് ഫിക്സ് ചെയ്യണേ. നമുക്കതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. സോ നമ്മൾ അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വീതിക്കാട്ടോ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു വി നെക്കൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞ് ബ്ലൗസ്. ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നമുക്കിതൊരു സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാവേ. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ സേറയ്ക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഒരു പട്ടുപാവാട കേട്ടോ. അന്ന് അവൾക്കത് ഭയങ്കര വലുതായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് കറക്റ്റ് സൈസാണ്. ലാസ്റ്റ് ഇയർ ഞാൻ അവളെ ഇടിച്ചായിരുന്നു കേട്ടോ. ഈ പട്ടുപാവാട ഒരു കുഞ്ഞ് ബ്ലൗസും അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണേ. നമുക്ക് ഈ ടോപ്പ് ആ സ്കേർട്ടിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്ത് നോക്കാവേ. നന്നായിരിക്കും എന്ന് തോന്നുന്നു. അവൾക്കിപ്പോൾ ഇത് കറക്റ്റ് ഭാഗമാണ്. നമ്മുടെ മോഡൽ ഇവിടെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് റെഡി ആവുന്നേ ഉള്ളേ. ഇച്ചിരി സമയം എടുക്കും കേട്ടോ. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. കുഞ്ഞി ബ്ലൗസും പാവാടയൊക്കെ ഇട്ട് ആളെവിടെ പോവാന്ന് വിചാരിച്ച് റെഡി ആവുന്നതാണേ. Every new sunrise we find, leave the old routine behind. Ba-da-ba-ba-ba-da, oh. SM's Wanderlust is ready to go. Ba-da-ba-ba-ba-da, yeah. SM's Wanderlust.